ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ കത്തോലിക്ക ബാവാ തിരുമേനി, അഭിമന്യ സഹോദര മെത്രാപ്പൊലീത്തമാരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ജനപ്രതിനിധികളെ, ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ് മലങ്കര അസോസിയേഷൻ സെക്രട്ടറി ശ്രീമതി വീണ ജോർജ് MLA, സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങൾ, സമാപന സമ്മേളനത്തിൽ സമാപന സന്ദേശം പറയേണ്ടി വരുമ്പോൾ ആരും കാണുകയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് സമാപനത്തിലായിക്കോട്ടെന്ന് വിചാരിച്ചത്. പക്ഷെ കുറച്ചു പേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് എന്നുള്ളതിനകത്ത് സന്തോഷമുണ്ട്. ഇന്ന് ഈ പരിപാടികളെല്ലാം സംഘടിപ്പിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അത് എൻ്റെ ഭദ്രാസനത്തിലെ വൈദികരും ജനങ്ങളും അത് സമ്മതിച്ചില്ല. പല അവസരങ്ങളിൽ അവർ വന്നപ്പോൾ ഞാൻ അതിന് രംഗതടിയായി നിന്നതാണ്. പിന്നെ ഒരു കണ്ടീഷൻ വെച്ചു, എന്തെങ്കിലും പുതിയ ചാരിറ്റി പ്രസ്ഥാനങ്ങൾ നടത്താൻ ഞാൻ നടത്തുന്നതല്ല, നിങ്ങൾക്ക് നടത്താൻ കഴിയുമെങ്കിൽ ഞാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 10 ദമ്പതികൾക്ക് അവർ തന്നെ പണം സമാഹരിച്ച് കൊടുത്ത് അതൊരു സംഭവമായി, ജൂബിലിയുടെ സംഭവമായി മാറ്റിയത്. ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാനത് സ്വീകരിച്ചത്. എല്ലാവരുടെയും നല്ല വാക്കുകളും പ്രോത്സാഹനങ്ങളും ലഭിച്ചു. ഇതിനു മുമ്പ് ഒരിക്കലും ലഭിക്കാത്ത ഒന്നാണ് ഒരു രഥത്തെ തന്നെ ഇരിക്കുക എന്ന് പറയുന്നത്. പല തിരുമേനിമാരുടെയും കൂട്ടത്തിൽ ഇരുന്നിട്ടുണ്ട്. എങ്കിലും ആദ്യമാണ് തന്നെ ഒരു രഥത്തിലിരുന്ന് ജൈവിലി കേൾക്കേണ്ടി വന്നത്. ഞാൻ നാണിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത് അതിശയമല്ല. സത്യത്തിൽ അല്പം ലജ്ജയോടുകൂടിയാണ് അവിടെ ഇരുന്നത്. ഇനി അത് പണ്ടാരോട് പറഞ്ഞതുള്ള വേഷം കെട്ടിയെ കുറിച്ച് പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് ഈ പ്രവർത്തനങ്ങളിലും വാക്കുകളിലുമൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പരിശുദ്ധ ബാവാ തിരുമേനിയും ക്രിസോസ്റ്റോസ് തിരുമേനിയും എൻ്റെ സഹോദര മെത്രാപ്പൊലീത്തമാരുമൊക്കെ വളരെയധികം നല്ല കാര്യങ്ങൾ പറഞ്ഞതൊരു സന്തോഷമുണ്ട്. പക്ഷേ ഈ സമയത്ത്, തുടങ്ങുന്ന സമയത്തും തീരുന്നത് വരെയും എനിക്ക് ഒരു വാക്ക് മാത്രം, അല്ലെങ്കിൽ 2 വാക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉയർന്നിരുന്നു. ദൈവം വലിയവൻ, ഗോഡ് ഈസ് ഗ്രേറ്റ്. അതുകൊണ്ട് അല്പം പോലും എനിക്ക് പ്രയാസമുണ്ടായില്ല. വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ വിദ്യാഭ്യാസത്തിന് സ്കൂളിലും കോളേജിലും വൈദിക സെമിനാരിയിലും ഒക്കെ പഠിക്കുന്ന കാലത്ത് അനേകരുടെ ധനസഹായങ്ങൾ കൊണ്ടാണ് ഞാൻ പഠിച്ചത്. അന്ന് മുതൽ എന്നെ സ്നേഹിച്ച ദൈവം തമ്പുരാൻ എന്നും സ്നേഹിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ദൈവത്തിന് എന്തെല്ലാം കാര്യങ്ങൾ
ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഗോഡ് ഈസ് ഗ്രേറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നതും എനിക്ക് ഉള്ളിൽ ഉൾക്കൊള്ളുന്നു. നിങ്ങളുടെ എല്ലാ അനുമോദനങ്ങളും ദൈവവിളികളുമെല്ലാം എന്നെ ബാധിച്ചിട്ടില്ല, നേരെ ദൈവത്തിൻ്റെ അടുത്തോട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരും. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇക്കാര്യത്തെക്കുറിച്ച്. അപ്പം ഞാനതിനല്പം പോലും അഹങ്കരിക്കുകയോ ഉയർന്നു പോവുകയോ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ ഒരു തലത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നുള്ളതിൽ നിങ്ങളോടെല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ലോകത്തിൽ ദൈവം വിചാരിച്ചാൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ദൈവം വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. ബൾബുകൾ ഇവിടെ കത്തി നിൽപ്പുണ്ട്. കത്തി നിൽക്കുമ്പോൾ നമുക്കെല്ലാം ഒരു സന്തോഷമാണ്. നല്ല ബൾബാണെന്ന് നമ്മൾ പറയും. ബൾബ് കത്താതെ നിൽക്കുമ്പോൾ ആകെ നമുക്ക് വിഷമമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഓർക്കുന്നില്ല ബൾബ് കത്തുന്നത് വൈദ്യുതി കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പ്രൈസ് ചെയ്യേണ്ടത് ബൾബിനെയല്ല, വൈദ്യുതിയാണ്. അതുകൊണ്ട് ദൈവത്തെയാണ് നമുക്ക് മഹത്വപ്പെടുത്തേണ്ടത്. ലോകത്തിൽ ഒത്തിരി മനുഷ്യർ ദൈവത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് ദൈവത്തിൻ്റെ മിന്നാമിനുങ്ങ് മുതൽ വലിയ ഹാലജൻ ലൈറ്റുകളായിട്ട് തന്നെ ലോകത്തിൽ പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ചെറിയ മിന്നാമിനുങ്ങായിട്ടും പ്രവർത്തിക്കാൻ എനിക്കും ദൈവം തമ്പുരാൻ അവസരം നൽകുന്നതെന്നുള്ളതിൽ സന്തോഷം ഞാൻ മറച്ചു വെക്കുന്നില്ല. ദൈവസന്നിധിയിൽ നന്ദിയുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. എന്നാൽ ഇതിനെല്ലാം കാരണമാകുന്നത് എൻ്റെ സഭയാണെന്ന് കുറച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദൈവം കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ ചുമതലയിലേക്ക് എന്നെ വിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ സഭയാണ് എനിക്ക് ഇതിനുള്ള അവസരം ഒരുക്കി തന്നത്. അതുപോലെ എന്നും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന പരിശുദ്ധ മാവാതിരുമേനി എന്ന് എനിക്ക് പറയാതിരിക്കാൻ നോക്കുകയില്ല. കാരണം ഞാനൊരു മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് മെലീത്യോസിരുമേനി ആയിരുന്ന കാലം മുതൽ ഞങ്ങൾ തമ്മിലൊരു സൗഹൃദ ബന്ധമുണ്ട്. അന്ന് ഈ ഭദ്രാസനത്തിലേക്ക് വരുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും വടക്കൻ പ്രദേശങ്ങളെക്കുറിച്ച് വൈദിക സെമിനാരിയിൽ തിരുമേനി വരുമ്പോൾ, വൈദിക സെമിനാരി അധ്യാപകനായിരിക്കുമ്പോൾ, ഞാൻ വൈദികനായിരിക്കുമ്പോൾ തിരുമേനിയുമായിട്ട് സംസാരിച്ചു. തുടർന്ന് ഞങ്ങൾ രണ്ടുപേരും വൈദിക രണ്ട് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായിരുന്നപ്പോൾ പരസ്പരം ആശയങ്ങൾ വിനിമയം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പരിശുദ്ധ ബാവാതിരുമേനി കാതോലിക്കാ സ്ഥാനത്ത് വന്നതിന് ശേഷം ഈ ഭദ്രാസനത്തിന് നൽകിയിട്ടുള്ളതായിരിക്കുന്ന സ്നേഹം, സന്തോഷം, കരുതൽ എത്രമാത്രമാണെന്ന് ഈ ഭദ്രാസനത്തിൽ എല്ലാവർക്കും അറിയാം. അത് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പരിശുദ്ധ ബാവാതിരുമേനി എല്ലാ ഭദ്രാസനങ്ങളേക്കാൾ കൂടുതൽ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവണം. മറ്റൊരു കാര്യമല്ല, തിരുമേനിയോട് ഇടപെട്ടിട്ടുള്ള അവസരങ്ങളിൽ എനിക്ക് ബോധ്യമായ കാര്യം പറഞ്ഞു എന്നുള്ളത്. എന്നും ഈ ഭദ്രാസനത്തെയും ഇവിടുത്തെ പ്രവർത്തനങ്ങളെയും വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ് എൻ്റെ സഹോദര മെത്രാപ്പൊലീത്തന്മാർ. അവരെല്ലാവരും എനിക്ക് ഓരോ സന്ദർഭങ്ങളിലും പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും രഹസ്യമായും പരസ്യമായും പ്രോത്സാഹനങ്ങൾ നൽകുകയും സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള
അവർക്ക് എൻ്റെ പ്രോത്സാഹനത്തിൻ്റെ പ്രചോദനത്തിൻ്റെ വലിയ രഹസ്യമാണ്. എൻ്റെ ഭദ്രാസനത്തിലെ എൻ്റെ വൈദികർ എൻ്റെ ഇടം കൈയും വലം കൈയുമാണ്. അവരില്ലെങ്കിൽ കൈയില്ലാത്തൊരു ജഡമാണ് ഞാനെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അവർ മുഖാന്തരമാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആയിരിക്കും. ഈ ഭദ്രാസനത്തിലെ വൈദികർ അവരെ ഈ ഭദ്രാസനത്തിൽ ചെയ്യുന്നതായ സേവനങ്ങൾ, അവർ എന്നോട് സഹകരിക്കുന്നതായ സഹകരണം മറ്റൊരു ഭദ്രാസനത്തിലും ഉണ്ടാകുകയില്ലെന്ന് ഞാനങ്ങ് പറയുകയാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കുകയല്ല മെത്രാപ്പൊലീത്തന്മാർക്കും പറയാനുള്ളത്. അവർക്കും അവരവരുടെ ഭദ്രാസനത്തെക്കുറിച്ച് നല്ലതായിട്ട് പറയാനുണ്ടാകും. അത്രമാത്രം ഒരു പ്രയാസവും എനിക്ക് ഈ 25 വർഷമായിട്ട് എൻ്റെ വൈദികരിൽ നിന്ന് എനിക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലും ആരോടും ദേഷ്യപ്പെടേണ്ട ആവശ്യം എനിക്കുണ്ടായിട്ടില്ല. കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ പറയുമെന്നുള്ളതല്ലാതെ ഒരു കർശന നടപടി എടുക്കുന്നതിനോ ദേഷ്യപ്പെടുന്നത് എനിക്ക് ആവശ്യം വന്നിട്ടില്ല. കാരണം അതുപോലെ അവർ എന്നോടുകൂടെ സഹകരിക്കുന്നുണ്ട്. അവരുടെ വളരെ നിർബന്ധമാണ് ഈ ഒരു പരിപാടി ഇവിടെ നടത്തുവാനായിട്ട് കാരണമായിരിക്കും. ബഹുമാനപ്പെട്ട കുറിയാക്കോസ് അച്ഛൻ ഈ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ ഒരാശയം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് പക്കോമസ് തിരുമേനിയുടെ രജത ജൂബിലി ആഘോഷിക്കാം, അത് മതി, ഇതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് അത് ഞങ്ങൾക്കൊരു അപമാനമാണ്, ഞങ്ങളത് ചെയ്തില്ല എങ്കിൽ ഞങ്ങൾക്കാണത് പരാതി ഉണ്ടാകുന്നത്, ചെയ്തേ പറ്റുള്ളൂ, തിരുമേനി സമ്മതിക്കണ്ട. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ സമ്മതം കൂടാതെ അവരെനിക്കെതിരായി നിന്ന ഒരു കാര്യം ഇതാണ്. ഇനി ഞാനതിന് വിധേയപ്പെടേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അതെല്ലാം ഏറ്റവും അനുഗ്രഹകരമായി ബഹുമാനപ്പെട്ട വൈദികരെ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സി എം കുറിയാക്കോസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ ഭദ്രാസനത്തിൽ എല്ലാ വൈദികരും ഒത്തൊരുമിച്ച് കൈകോർത്ത് ഈ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത് ഏതെങ്കിലും തരത്തിൽ ഭംഗിയായിട്ടുണ്ടെങ്കിൽ ഭംഗിയാകാൻ കാരണമായിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരോട് എനിക്ക് പ്രത്യേകം നന്ദിയൊന്നുമില്ല. കാരണം അവർ എൻ്റെ സ്നേഹമാണ്. എൻ്റെ സ്നേഹത്തിന് എനിക്ക് പ്രത്യേകം നന്ദി പറയേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ പ്രസ്ഥാനങ്ങളെല്ലാം നമ്മെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് കിഴക്കമ്പലം കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ്, അടുക്കൂട്ടി കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഓതറ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ്, ഇതെല്ലാം ഇതുവരെ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്നെ സഹായിച്ചിട്ടുള്ളവരാണ്. ഓതറ കോൺവെൻറ്റിൻ്റെ ചുമതലയിലാണ് ആശാഭവൻ, അതും അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അടുക്കൂട്ടി കോൺവെൻറ്റിൻ്റെ ചുമതലയിലാണ് കരുണാലയം, അതിൻ്റെയും പ്രസിഡൻ്റായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഈ 17 പ്രസ്ഥാനങ്ങൾക്കും എൻ്റെ പ്രവർത്തനത്തിൽ ആത്മാർത്ഥമായി സഹകരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ എത്രമാത്രം പുകഴ്ത്തിയാലും സാധ്യമല്ല. അവരില്ലെങ്കിൽ ഒരു സ്ഥാപനവും നടക്കില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പ്രത്യേകിച്ച് മെൻ്റലി റിട്ടയർഡായിരിക്കുന്ന ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും വേണ്ടി നടത്തുന്ന സ്ഥാപനങ്ങൾ, മാനസിക രോഗികൾക്ക് വേണ്ടി നടത്തുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ ഇനിയും നമ്മൾ ഒരു പാലിയേറ്റീവ് കെയർ സെൻ്റർ എന്ന് പറയുന്നത് അത് സാന്ത്വന ശുശ്രൂഷ വീട് വീടാന്തരം പോയി ക്യാൻസർ രോഗികളെ കണ്ട് ആശ്വസിപ്പിക്കുന്ന ശുശ്രൂഷ കൂടെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പം അതിനെല്ലാം സിസ്റ്റേഴ്സിൻ്റെ സർവ്വനാത്മനായ സഹകരണമാണ് ആവശ്യം. അതെല്ലാം അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനെന്നും ധന്യനാണ്. എന്തെങ്കിലും അതിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരുടെ സഹകരണമാണെന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ ഭദ്രാസനത്തിലെ ഏതാണ്ട് 3000-ഓളം വീടുകളിൽ ഭദ്രാസനത്തിൻ്റെ ചാരിറ്റി ബോക്സസ് ഉണ്ട്. ആ ചാരിറ്റി ബോക്സസിൽ എല്ലാ വർഷവും ആളുകൾ ഇങ്ങോട്ട് പറയുകയാണ്,
അത് നിറഞ്ഞിരിക്കുകയാണ് തിരുമേനി, വന്ന് എടുത്തുകൊണ്ട് പോകണം, കാരണം താക്കോല് ഞങ്ങളുടെ ഇല്ല, എടുത്തുകൊണ്ട് പോകണമെന്ന് പറയാം. അങ്ങനെ സഹകരിക്കുന്ന ആളുകളാണ്. അതുപോലെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെല്ലാം ഒരേ ദിവസം തന്നെ 1ഉം 2ഉം പേര് ഫീസ്റ്റുകൾ നടത്തുന്നതിന്, ബർത്ത്ഡേയ്ക്കും വിവാഹത്തിനും വാർഷികത്തിനുമൊക്കെ ആയിട്ടുണ്ട്. അതെല്ലാം ഈ ഇടവകയിലുള്ള ആളുകൾ. അതോടൊപ്പം തന്നെ നാനാജാതി മതസ്ഥരായിരിക്കുന്ന ഒട്ടേറെ ആളുകൾ ഇതിൽ സഹകരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ വളരെ ഭംഗിയായിട്ട് ബഹുമാനപ്പെട്ട OP വർഗീസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതായ, അച്ഛൻ്റെ ചുമതലയിൽ നടത്തുന്നതായ പ്രമോദം അന്നദാന പദ്ധതി 11 വർഷമായിട്ട് ഒരിക്കൽ പോലും ഒരിടത്തുനിന്ന് പോലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടാകാതെ ഏതാണ്ട് 1000-ലധികം ആളുകൾക്ക് എല്ലാ ദിവസവും നമുക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട അച്ഛനെ എത്ര പുകഴ്ത്തിയാലും കുറവല്ല എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായ അനുമോദനം അച്ഛന് നൽകുക. അതുകൊണ്ട് പറഞ്ഞു വന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ മഹത്വം കൊണ്ടാണ് ഒരു ദിവസം ഒരു മനുഷ്യൻ, പേരും ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് വരെ, ഒരു മനുഷ്യൻ 15 ചാക്ക് അരി ഞങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ട് ഇറക്കിയിട്ട്, ഒരു ലോറിയിൽ ഇറക്കിയിട്ട്, അത് നല്ല കുത്തിരി ഇറക്കിയിട്ട് അത് പോയി, പേര് പറയാനില്ല, എനിക്ക് രസീത് വേണ്ട, ഇവിടുത്തെ പ്രസ്ഥാനത്തിനാണ് എന്ന് പറഞ്ഞു പോയി. ആ മനുഷ്യനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരറിവില്ല, അയാളുടെ പേരും അഡ്രസ്സും യാതൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ സഹകരിക്കുന്ന ഒത്തിരി പേര് സൈലൻ്റായിട്ടും അല്ലാതെയും പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുള്ളത് കൊണ്ടാണ് കേരളത്തിലും വിദേശത്തിലും ഒക്കെ ആയിട്ട് അനേകം ആളുകളുടെ കൈത്താങ്കലാണ്. പ്രധാനപ്പെട്ട അച്ഛനിവിടെ ഓർപ്പിച്ചു, ഒരു ദിവസം 75,000 രൂപ വേണം എന്ന് പറഞ്ഞാൽ 2-2.5 കോടി രൂപയോളം ഒരു വർഷം നമുക്ക് ചെലവ് വരുന്നുണ്ട്. എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈവമാണ് നടത്തുന്നത്. ഭാരം അഞ്ചപ്പം എന്ന് പറയുന്നത് പോലെ ദൈവമാണ് നടത്തുന്നത്. അനേകം ആളുകളുടെ മുമ്പാകെ, അത് സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകളുടെ മുമ്പാകെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അഹമഹമിക്കുക, ആളുകൾ സഹകരിക്കുന്നു എന്നുള്ളത് പ്രോത്സാഹനം നൽകുന്നു. അതുകൊണ്ടാണ് കൂടുതൽ പ്രസ്ഥാനങ്ങൾ മനുഷ്യ നന്മയ്ക്ക് ഉപകരിക്കുന്നത് ചെയ്യണമെന്ന് ഈ ഭദ്രാസനത്തിലെ ചാരിറ്റബിൾ സൊസൈറ്റിയും പ്രതിഭ ചാരിറ്റബിൾ ട്രസ്റ്റും ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അതേറ്റവും ഭംഗിയായി തീരുന്നത് എന്നുള്ളത് സന്തോഷമുണ്ട് നിങ്ങളെ അറിയിക്കുന്നതിന്. എല്ലാ നിങ്ങളുടെ നല്ല വാക്കുകൾക്കും ദൈവം തമ്പുരാൻ പ്രതിഫലം തരട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകട്ടെ. നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും തുടർന്നുമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് എളിയ മിന്നാമിനങ്ങളായി പ്രവർത്തിക്കാൻ സാധിക്കും. അതിന് ദൈവം ഇടയാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ച് എൻ്റെ വാക്കുകൾ വെച്ചു.